മാൻ, ഐ എം ഇംപ്രസ് മാൻ. കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബുക്ക് ചെയ്തതാണ്, സത്യം കിട്ടും. ഓ, വണ്ടി എനിക്ക് സ്യൂട്ടും ആവുന്നുണ്ട്, നോക്കി. പൊളി പൊളി. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ന് മുതലിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബജാജിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് NS400C നമ്മുടെ ബജാജ് എളംകുളത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ദം. നമുക്കൊരു വണ്ടി വാക്ക് അറൗണ്ട് ചെയ്യാൻ തന്നു. ഇന്ന് ജസ്റ്റ് വണ്ടിയുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് തോന്നിയ ഫസ്റ്റ് ഇംപ്രഷൻ വണ്ടിയിൽ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ യെസ്, എന്താ പറയുക, വണ്ടി നേരിൽ കാണാൻ കൊള്ളാം കേട്ടോ. ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര മിക്സ്ഡ് ഒപ്പീനിയനാണ്, ഭയങ്കര എന്തോ പോലെ ഇരിക്കുന്നു, NS200 പോലെ ഇരിക്കുന്നു എന്നൊക്കെ തോന്നുമെങ്കിലും ഇൻ പേഴ്സൺ നിങ്ങൾ വന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ നിയറസ്റ്റ് ബജാജ് ഷോറൂമിൽ ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടമാവും. അടിപൊളിയാണ് വണ്ടി, ഭയങ്കര അഗ്രസീവാണ്. എസ്പെഷ്യലി ഈ ഒരു ഹെഡ്ലൈറ്റിനൊക്കെ പറഞ്ഞാട്ടല്ലോ, അടിപൊളിയാണ്. മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഹെഡ്ലൈറ്റാണ്. ഇത് ഒരിക്കലും നമ്മുടെ N250 ആയിട്ട് ഒട്ടും സിമിലർ അല്ലാതെ N250 ബാഗിലിരിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള സാമ്യം ഇത് തരുന്നില്ല. ഇത് അടിപൊളിയാണ്. ഇത് NS400-ൻ്റെതായ ഒരു ഡിസ്റ്റിങ് ലുക്ക് കൊടുക്കുന്നുണ്ട്. ഭയങ്കര വൈഡല്ല, പക്ഷേ ഭയങ്കര എന്താ പറയുക, ലോങ് ഫേസ് എന്നൊക്കെ പറയില്ലേ, ഭയങ്കര താഴത്തേക്ക് ഭയങ്കര വലുതാണ്. ഇങ്ങനെ അത്രയ്ക്ക് വൈഡല്ല. പക്ഷേ നിങ്ങൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പാനലാണ്, ഈ കൗളാണെങ്കിലും ഈ ഒരു പീസൊക്കെ ആണെങ്കിലും അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ എന്നാ പറയുക, മൊത്തത്തിൽ ഈ ഒരു ഷാമ്പയിൻ ഗോൾഡ് USD4 ആണെങ്കിലും ഈ ഒരു പെയിൻ സ്കീം ആണെങ്കിലും നിങ്ങൾ തന്നെ ഇതേ ജസ്റ്റ് ഈ ക്യാമറയിൽ ഒന്ന് നോക്കുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഫോട്ടോസെൻട്രിക് ആയിട്ടുള്ള വണ്ടിയാണ്. ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും യെസ്, NS200 ചെറിയ ഇത് അടിക്കുന്നുണ്ട്. ചെറുതല്ല, നന്നായിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പാനൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് NS200 ആയിട്ട് വളരെ ചെറിയ പാനൽസ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ടാങ്ക് എടുത്ത് നോക്കുക, യെസ് NS200 സെയിം ആണ്. പക്ഷേ ഈ ഒരു ഭാഗം വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി വൈഡാണ്, കുറച്ചും കൂടി ഷാർപ്പാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ആംഗിൾ നോക്കുമ്പോൾ കുറച്ചും കൂടി വൈഡ് ലുക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പീസ് ഉണ്ട്, ഒരു വെട്ടിൻ്റെ ഇപ്പുറത്തേക്കുള്ള പീസ് NS200 സെയിം ആണ്. പിന്നെ സീറ്റ്സ് യെസ് എക്സാക്ട്ലി NS200 സീറ്റാണ്. പിന്നെ ഈ ഒരു റിയർ കവൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ഇത് NS200 സെയിം അല്ലെന്ന് നോക്കുകയാണെങ്കിൽ ഡിസൈൻ സെയിം ആണ്. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് ഇതിൽ വരുന്നുണ്ട്, കണ്ടോ. ഒരു ഇൻടേക്ക് പോലെ, ഇൻടേക്കൊന്നുമല്ല, ചെറിയൊരു ബ്ലാക്ക് ഇൻലേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബേസും കാണാൻ പറ്റും. സോ ഇത് NS200 സെയിം അല്ല. ഡിസൈൻ വൈസ് യെസ് അതുപോലെ ഉണ്ട്, പക്ഷേ എക്സാക്ട്ലി സെയിം അല്ല. അത് മാറ്റി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സൈഡ് പാനലാണ്, ഈ ഒരു നമ്മുടെ ബാറ്ററിയൊക്കെ ഇരിക്കുന്ന ഈ ഒരു സൈഡ് പാനൽ മാറ്റി എടുത്ത് കഴിഞ്ഞാൽ ഇത് NS200 ആയിട്ട് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. യെസ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. മേ ബി ആ ഒരു ഫുഡ് പാക്സ് ഷെയർ ചെയ്യുന്നുണ്ടാവും, അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്നില്ല. വിശ്വാസമായില്ലല്ലേ? പറഞ്ഞുതരാം. ഈ ഒരു ഫ്രെയിം തന്നെ എടുത്ത് നോക്കുക. ഇത് യെസ് NS200 പോലെ തോന്നുമെങ്കിലും ഇത് Dominar 400-ൻ്റെ ഫ്രെയിമാണ്. അതായത് NS200-ലാണ് ആദ്യം ഈ ഒരു ട്വിൻ സ്പാർക്ക് ഫ്രെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് Dominarലേക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു ഫ്രെയിം അവർ റീഇൻഫോഴ്സ് ചെയ്തു. അതായത് 400cc താങ്ങണമല്ലോ, അപ്പോൾ 200cc ഫ്രെയിം ഇത് താങ്ങില്ല, വെയിറ്റ് ഉള്ള എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം അവർ കുറച്ചും കൂടി ബലപ്പെടുത്തിയിട്ടാണ് Dominar 400 കൊണ്ടുവന്നത്. ആ Dominarൽ കൊണ്ടുവന്ന ആ ഒരു ബലപ്പെടുത്തിയ ഫ്രെയിമാണ് നമുക്കിപ്പോൾ NS400ലേക്ക് വന്നേക്കുന്നത്. പിന്നെ യെസ് സ്വിംഗ് ആം ബോക്സ് സിസ്റ്റമാണ്. കണ്ട NS200 ആയിട്ട് സിമിലറായിട്ട് തോന്നുമെങ്കിലും ഇത് ഭയങ്കര വലുതാണ്, ഭയങ്കര കുറച്ചും കൂടി എന്താ തിക്കായിട്ടുള്ള ബോക്സ് സ്വിംഗ് ആമാണ് ഇതിന് വരുന്നത്. പിന്നെ എന്നാ പറയാം, റിയർ സെക്ഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ നൈസായിട്ട് പറഞ്ഞു തുടങ്ങാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേസ് കേട്ടോ, പറയാൻ ഒരു രക്ഷയില്ല. നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞു വണ്ടി ഒരുപാട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വൈഡല്ല, പക്ഷേ വളരെ അഗ്രസീവാണ്. ഭയങ്കര ഒരു ഡിസ്റ്റിങ് ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. പിന്നിലൊക്കെ നോക്കുവാണെങ്കിലും നല്ലൊരു അറ്റൻഷൻ ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ ആയിക്കോട്ടെ എനിക്ക് ഇഷ്ടമല്ലാതെന്ന് പറഞ്ഞാൽ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡർ സിറ്റുവേഷനാണ്. ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട്, കാരണം ഹെഡ്ലൈറ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് ചാടിക്കുന്നത് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ NS200 തോന്നിക്കും, പക്ഷേ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി വലിയ ഒരു ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയും NS200 സെയിം അല്ലേ എന്ന് ചോദിക്കും. അല്ല, വ്യത്യാസമുണ്ട്. ഇതിൽ കുറച്ചും കൂടി വലിയ സെക്ഷൻ ടയറാണ് വരുന്നത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 110 സെക്ഷൻ ടയറും ബാക്കിലൊരു 140 സെക്ഷൻ ടയറാണ് വരുന്നത്. അപ്പോൾ അലോയുടെ വിട്ട് കൂടുതലാണ്. ഫ്രണ്ടിൽ ഐ തിങ്ക് 3 ഇഞ്ചും ബാക്കിൽ 4 ഇഞ്ച് ആയിട്ടുള്ള അലോയ്സാണ് ഇപ്പോൾ വരുന്നത്. അതായത് ബാക്കിൽ വേണമെങ്കിൽ 150 സെക്ഷൻ ടയർ ഇടാം, അതിനും ഭാഗത്തുള്ള അലോയാണ് ഇരിക്കുന്നത്. പിന്നെ യെസ് ആ ഒരു ഡിസ്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഡിസ്ക് എന്ന് പറയുന്നത് എവിടെ ഇങ്ങോട്ട് പരിചയമുണ്ടോ? നോ, ഇത് നമ്മുടെ ഹുസ്ക് പറഞ്ഞ 401 ഇല്ലേ, സ്മാർട്ട് പിലിൻ വിത്ത് പിലിൻ, അതിൻ്റെ എക്സാക്ട് സെയിം ഡിസ്ക്കാണ്. അത് പറയാൻ കാര്യം നിങ്ങൾ ഈ ഡിസ്ക് ശ്രദ്ധിച്ചോ, ഇത് സെൻട്രലി മൗണ്ടഡ് അല്ല, ഇത് ഫ്ലോട്ടിംഗ് ഡിസ്ക്കാണ്. വിച്ച് മീൻസ് ആ ഒരു അൺഫ്രങ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആ ഒരു ഹബ്ബിലല്ല മൗണ്ട് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. നമ്മുടെ പുതിയ ജൻ KTM-ലും ഹുസ്ക് കോർണറിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓൾറൈറ്റ്, പിന്നെ ആ ഒരു ഷാമ്പയിൻ ഗോൾഡ് 43mm അപ്സൈഡ് ഡൗൺ ഫോർക്ക്, ഇത് നമ്മുടെ N250-ലുള്ള ഫോർക്കല്ല, ഇത് ആക്ച്വലി നമ്മുടെ Dominar 400-ലെ അതേ ഫോർക്കാണ്. പക്ഷേ ഫോർക്ക് ലെഗ് വ്യത്യാസമുണ്ട്. അത് പറയാൻ കാരണം Dominar 400-ൽ നമുക്ക്
റേഡിയൽ മൗണ്ട് കാലിപ്പേഴ്സാണ് വരുന്നത്. ഇതിനാവട്ടെ നമ്മുടെ ആക്സിയൽ മൗണ്ട് കാലിപ്പറാണ് വരുന്നത്. ഗ്രമേക്കേൻ്റെ ആക്സിയൽ മൗണ്ട് കാലിപ്പറാണ് വരുന്നത്. റീസൺ കോസ്റ്റ് കുറയ്ക്കാൻ തന്നെയാണ്, കാരണം ഈ ഒരു പ്രൈസിൽ വേണ്ടി കൊടുക്കണമല്ലോ. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ ആക്സിയൽ മൗണ്ട് കാലിപ്പർ ആക്കിയിരിക്കുന്നത്. ഓൾറൈറ്റ്, പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ആ ഒരു ഫ്രെയിം, ആ ഒരു ട്വിൻ സ്പാർ ഫ്രെയിം നമുക്ക് കാണാം. ഡോമിനാർ 400 നിന്ന് എടുത്ത ഫസ്റ്റ് NS 200 രൂപ കൊണ്ട് ഒരു ഫ്രെയിമാണ്. പിന്നീട് ഡോമിനാർ 400ലേക്ക് വിലപ്പെടുത്തി ഇറക്കി. പിന്നെ ഇപ്പോൾ തിരിച്ച് NSലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ ഹാർട്ട് ഓഫ് ദി മാറ്റർ, ആ ഒരു പ്രൂവൺ ആയിട്ടുള്ള എന്താ പറയുക, നല്ല റിലയബിളാണ് കേട്ടോ. KTM കൗണ്ടർ പാർട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഡോമിനാർ വളരെ റിലയബിളാണ്, ഭയങ്കര റിഫൈൻഡ് ആണ്. ആ ഒരു 373cc ശ്രദ്ധിക്കുക, 373cc ആണ്, പുതിയ 398 അല്ല. 373cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ DOIC 4 വാൽവ് എഞ്ചിനാണ്. പവർ എന്ന് പറയുന്നത് അറൗണ്ട് 40 bhp ആണ്, അറൗണ്ട് 8500 RPM എന്ന് തോന്നുന്നു. ടോർക്ക് എന്ന് പറയുന്നത് അറൗണ്ട് 35 Nm ടോർക്കാണ്. വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള പവർ ഫിഗേഴ്സാണ്. പിന്നെ ഡോമിനാർ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് റൈഡ് ബൈ വയറാണ് വരുന്നത്. ഒരു ഫിസിക്കൽ കേബിളോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല, ഇതിൽ റൈഡ് ബൈ വയർ വരുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് വരാം. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് NS 200 സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങളൊരു NS 200 അടുത്ത് സൈഡ് ബൈ സൈഡ് ഇടുമ്പോഴാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത്, ഈ ഒരു ഫ്ലോട്ടിംഗ് ബാലൻസ് ഒക്കെ നോട്ടീസ് ചെയ്യുന്നത്. പക്ഷേ സീറ്റ് ഹൈറ്റ് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. പ്രീവിയസ്ലി NS 200 805 mm ആയിരുന്നു, അത് ഒരു 2 mm കൂടിയിട്ട് 807 mm ആയിട്ടുണ്ട്. ഒരുപാടില്ല, ചെറുതായിട്ട്. പിന്നെ ആ ഒരു ടാങ്ക് ഞാൻ പറഞ്ഞു ഇത്രയും ഭാഗം NS 200 സിമിലർ ആണെങ്കിലും ഈ ഒരു എക്സ്റ്റൻഷനും ഈ ഒരു പീസൊക്കെ ഉണ്ടല്ലോ വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഇതിങ്ങനെ തള്ളിയായിരിക്കുന്നത് ശരിക്കും ഒരു പ്രീമിയം ബൈക്കിൻ്റെ ഒരു ഫീലാണ് ഈ പീസ് കാണുമ്പോഴത്തേക്ക്. ഇതെന്താണ് ഇങ്ങനെ തള്ളിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് ഇതൊരു 400cc എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വലിയ റേഡിയേറ്റർ വേണം. അപ്പോൾ റേഡിയേറ്റർ ചാടി തിരിക്കും, അത് കവർ ചെയ്യാനായിട്ടാണ് അവരിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബട്ട് നല്ല നീറ്റായിട്ട് അവർ ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ആ ഒരു എക്സാക്ട് സെയിം 12 ലിറ്റർ ടാങ്ക് തന്നെയാണ് നമുക്ക് ഇതിലും വരുന്നത്. മൈലേജ് എന്നൊക്കെ പറയുന്നത് ടെസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു 30-28 ഒക്കെയാണ് കിട്ടുന്നത്. 30+ ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. 28 നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, ഈ വണ്ടിക്ക് ഒരു കാനിസ്റ്റർ കൊടുക്കായിരുന്നു, ഒരു എൻക്യാൻ കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയാനേ. കാരണം ഈ അണ്ടർബെല്ലി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു സ്വിങ്ങാം ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. മറിച്ച് നിങ്ങൾ ഇവിടെ ഒരു എക്സോസ് വെക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക, ഈ ഒരു എക്സോക്സ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ആ ഒരു ബോക്സ് ഒക്കെ സ്വിങ്ങാൻ കുറച്ചൊന്ന് ഹൈഡായി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ക്യാൻ കൊടുത്തായിരുന്നെങ്കിൽ കുറച്ച് നൈസായാനെ. എനിവേ നമുക്ക് അവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് കാണാൻ പറ്റും, പ്രിലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 6 സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് എന്തോ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഈ ഒരു പീസൊക്കെ വ്യത്യാസമുണ്ട്, ഇത് NS 200 മാത്രം പീസാണ്. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി വീതി കൂടിയ വീൽസാണ് ബാക്കിൽ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വലിയ ടയർസ് ഇടാൻ പറ്റി. ഇപ്പോൾ വരുന്നത് ഒരു 140 സെക്ഷൻ ടയറാണ്. കണ്ടിട്ട് എനിക്ക് റേഡിയലാണെന്ന് തോന്നുന്നു. ബാക്കിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയാം യെസ് എക്സാക്ട്ലി നമ്മുടെ NS 200 സെയിം ആണ്. സൂക്ഷിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞു ഈ ഒരു ഫ്ലോട്ടിംഗ് വാലി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ബൈക്ക് എന്തൂസിയസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെ ചാടി കണ്ടോ ഒരു പീസ് ചാടിയിരിക്കുന്നുണ്ട്, ഇത് NS 400 ആണെന്ന് മനസ്സിലാവും. അല്ലാത്തൊരു പക്ഷേ നിങ്ങൾക്ക് ഇത് NS 200 ആയിട്ട് തോന്നുള്ളൂ. പിന്നെ ബാക്കിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആ ഒരു എക്സാക്ട് സെയിം ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്, ഐ തിങ്ക് എക്സാക്ട് സെയിം ഗ്രാവലിൽ വരുന്നുണ്ട്. പിന്നെ വളരെ നിറഞ്ഞും ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരി കാർഡുണ്ട്. ഓൾറൈറ്റ്, പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നമുക്ക് ക്വിക്ക് ഷിഫ്റ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കാം, സ്വിച്ച് ഗിയേഴ്സ് ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. കയറിക്കും ഫസ്റ്റ് നോട്ടീസ് എന്താണെന്ന് പറയട്ടെ, ഡോമിനാർ 400 ആയിട്ട് അറൗണ്ട് 18 കിലോളം കുറവാണ്. അത് നിങ്ങൾ കയറിയിരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. നോക്കി വണ്ടി പിടിക്കാതെ തന്നെ എനിക്ക് വണ്ടി ഉന്തി തള്ളി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, ഒട്ടും വെയിറ്റ് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്, 805 നിന്ന് 807 mm ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ഹാഫ് ഫുട്ടാണ്, അത് കാരണം ടൈറ്റ് ജീൻസ് ആയതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ എനിക്കൊരു പ്രോപ്പർ ഹാഫ് ഫുട്ട് കിട്ടിയാനേ. ഓൾറൈറ്റ്, ഈ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ എന്താ പറയുക, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ NS 200 മോഡിഫൈ ചെയ്ത പോലെ ഉണ്ട്. കാരണം ഈ ഒരു മിററൊക്കെ ആണെങ്കിലും ഞാൻ ഡോമിനാർ UG ഓടിക്കുന്നുണ്ട്, ഞാൻ NS 200 ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര വീടായിട്ടുള്ളൊരു വ്യൂ ആണ്. കാരണം ഇതൊക്കെ എനിക്ക് പരിചയമുള്ളതാണ്, ഈ ഒരു ടാങ്ക് ആണെങ്കിലും ഈ ഒരു മിററാണെങ്കിലും. പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട്. ഈ ഹാൻഡിബാറിൻ്റെ ഫിനിഷൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. ഓക്കെ, നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ സ്വിച്ച് കേസിൽ പാസിച്ച് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കൺസോൾ ടോഗിൾ ചെയ്യുന്നത് ഇവിടെ സെറ്റ്, അപ്പ് ആൻഡ് ഡൗൺ, ബാക്ക്, പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, ഇവിടെ ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ എൻജിൻ കിൽ സ്വിച്ചും സ്റ്റാർട്ടർ സ്വിച്ചും ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതായത് 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ കിൽ സ്വിച്ച് ഓണായി, ഒറ്റ പ്രശ്നം കൂടി ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടായി. പിന്നെ നമുക്കിവിടെ മറ്റേ DRL പ്രൊജക്ടറില്ലേ, അത് ഓഫ് ചെയ്തിട്ടും ഓൺ ചെയ്തിട്ട് ഓടിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു DRL കത്തിച്ചിട്ട് മാത്രം ഓടിക്കാനുള്ളൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഹാൻഡിൽ ബാർ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് ഹാൻഡിൽ അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ N250 പോലെ ഒരുപാട് സ്പോർട്ടി അല്ല, കുറച്ചൊന്ന് അപ്രൈറ്റ് പൊസിഷൻ ആണെന്ന് വേണം പറയാനായിട്ട്. വളരെ വൈഡായിട്ടോ ഹാൻഡിലൊക്കെ. പിന്നെ
പറയാൻ വിട്ടുപോയി, വണ്ടിക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ബ്രേക്ക് ലിവേഴ്സും ക്ലച്ച് ലിവേഴ്സും വരുന്നുണ്ട്. ഇത് ഡ്യൂക്ക് 390 വന്ന എക്സാക്ട് സെയിം യൂണിറ്റാണ്. കാരണം എൻ്റെ RS കൊണ്ടിൽ ഞാൻ ഡ്യൂക്ക് 390 ഈ ഒരു സാധനമാണ് യൂസ് ചെയ്തിരുന്നത് ആദ്യം. അപ്പോൾ എനിക്ക് വളരെ, ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിയുടെ ഈ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു കൺസോള് വണ്ടി ഓഫ് ചെയ്തിടുമ്പോൾ ഈ കൺസോൾ കാണാൻ നല്ല രസമാണ്. കാരണം വളരെ വലിയൊരു ഡാഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓൺ ആക്കുമ്പോൾ ഉണ്ടല്ലോ ഇത്ര കത്തണുള്ളൂ, ഇത്രേ കത്തണുള്ളൂ. എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നല്ല രസമുണ്ട്. TFT പോലെയൊക്കെ ഭയങ്കര ടെക്സ്ചർ ക്വാളിറ്റിയൊക്കെ നല്ല രസമാണ്, നല്ല പ്രീമിയമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് കൊണ്ടേ തൊലച്ചു, പറയാതിരിക്കാൻ വയ്യ. സോറി ബജാജ്. എന്താ പറയുക, പഴയ ആ ഒരു LCD ഡിസ്പ്ലേയിൽ ഡോട്ട് പിക്സൽ അതുപോലെ തോന്നുന്നുണ്ട്. ഇച്ചിരി ബോറായിപ്പോയി. ഇപ്പോൾ ഇവിടെ കാണാം ട്രാക്ഷൻ കൺട്രോൾ കത്തിരിക്കുന്നുണ്ട്, കാരണം വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈഡ് ബൈ വയർ ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാപ്പിംഗ് ഒരുപാട് ട്യൂൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വണ്ടിക്ക് നമുക്ക് 4 റൈഡ് മോഡ് വരുന്നുണ്ട്: റോഡ്, സ്പോർട്സ്, റെയിന്, ഓഫ് റോഡ്. ഈ മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ പവർ ഫിഗേഴ്സിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ഒരു ഓഫ് റോഡ് മോഡല്ല. ഈ ബജാജ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് സിനാറിലേക്ക് കിടക്കുകയാണ്, അപ്പോൾ കുറച്ചൊന്ന് വീൽ സ്പിൻ ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ ആ വീൽ സ്പിന്നിന് വേണ്ടിയിട്ടാണ് ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സൂപ്പർ മോട്ടോ പോലെ ബാക്ക് ഫുള്ളി ഡിസെൻഗേജ് ചെയ്ത് ഓടിക്കാൻ പറ്റില്ല, ഡ്യൂക്ക് 390 അല്ലെങ്കിൽ ഡ്യൂക്ക് 200 പോലെ. പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര ആഫ്റ്റർത്തോട്ടാണ് തോന്നിയത് ഈ ഒരു USB ചാർജറോടെ നോക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഈ ഒരു USB ചാർജറാണ്. ഓൾറൈറ്റ്. പിന്നെ കൺസോൾ ടോഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞു, ഇവിടെ ടോഗിൾ ചെയ്യണം. വേറെ ബട്ടനോ സെലക്ട് ബട്ടനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ ഫസ്റ്റ് ഞാൻ നോക്കുകയാണെങ്കിൽ റീഫിൽ കാണിക്കുന്നുണ്ട്, മാറ്റുവാണെങ്കിൽ ട്രിപ്പിൻ്റെ ഇൻഫോസ് കാണിക്കുന്നുണ്ട്, വെഹിക്കിൾ ഇൻഫോ കാണിക്കുന്നുണ്ട്, കണക്ടിവിറ്റി. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ചില സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴേക്ക് പോകുന്നില്ല, കണ്ടോ, ഇത് പോകുന്നില്ല. ഒന്ന് ഹാർഡ് പ്രസ് ചെയ്യണം, കണ്ടോ. ചില നേരത്താണ് കേട്ടോ, ചില നേരത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വെഹിക്കിൾ ഇൻഫോ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ റൈഡ് മോഡ് കാണാം. നമ്മളിവിടെയാണ് റൈഡ് മോഡും കാര്യങ്ങളൊക്കെ അടിച്ച് ചെയ്യണം: റോഡ്, സ്പോർട്സ്, റെയിൻ, ഓഫ്. നമ്മളിപ്പോൾ സ്പോർട്സിൽ ഇട്ടേക്കുന്നത്. ബാക്ക് അടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ഞാനത് ട്രാക്ഷൻ കൺട്രോളൊക്കെ മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ ഡീആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തു. പിന്നെ വാർണിങ്സ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് കണക്ടിവിറ്റി ഞാൻ പറഞ്ഞതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ ട്രിപ്പ്, ബൈക്ക് ഇൻഫോ, ലാപ്പ് ടൈമർ, സെറ്റിങ്സ് ആണെങ്കിൽ നമുക്കിവിടെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബാക്കിലേക്ക് പോട്ടെ, പോയി. എന്താണ് ട്രിപ്പ് ആൻഡ് ബൈക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ട്രിപ്പ് ഇൻഫോ, ബൈക്ക് ഇൻഫോ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി വോൾട്ടേജ്, അടുത്ത സർവീസ്, ഡിസ്റ്റൻസ് empty. അതായത് ഈ വണ്ടിയുടെ ഡിസ്റ്റൻസ് empty ആണെങ്കിൽ ഞാൻ സെറ്റിങ്സിൽ കയറി ഇവിടം വരെ വരണം, വിച്ച് ഇസ് ഷെയിം. എന്താ പറയുക, ഈ ഡിസ്റ്റൻസ് empty എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ കാണിക്കേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഓടിക്കുന്ന ഒരാളാണ്, എനിക്ക് ഡിസ്റ്റൻസ് empty ആണെങ്കിൽ സെറ്റിങ്സിൽ പോകണം, ട്രിപ്പ് ആൻഡ് ബൈക്കിൽ പോകണം, അവിടെ ഞെക്കണം, ബൈക്ക് ഇൻഫോ ഞെക്കണം, അപ്പോൾ മാത്രമേ എനിക്ക് ഡിസ്റ്റൻസ് empty കാണാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കായിരുന്നു. നമുക്ക് ഈ വണ്ടി വേണമെങ്കിൽ ഇപ്പോൾ കോഷൻ ലാമ്പ് ഇട്ടിട്ട് കീ ഊരിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ ആദ്യം ഹുസ്കോർണൻ്റെ വീഡിയോയിലും ഡ്യൂക്ക് 250 വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ കോഷൻ ലാമ്പ് ഇട്ടു, ഇപ്പോൾ രണ്ടും കത്തുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ആ LED ബ്ലിങ്കേഴ്സ് കാണാൻ പറ്റും. ഇനി എനിക്ക് വേണമെങ്കിൽ ഈ കീ ഊരിയെടുക്കാം, കണ്ടോ, സ്റ്റിൽ ആ ലൈറ്റിങ് കോഷൻ ലാമ്പും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. ഇത് ഞാൻ ആ ഡ്യൂക്ക് ഹുസ്കോർണ 250 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻ കേസ് റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് ചായ കുടിക്കാനോ അല്ലെങ്കിൽ മാറിയിരിക്കാനോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ വളരെ യൂസ്ഫുൾ ആണ്. ഇതാണ് NS400 ബാക്കി 3 കളേഴ്സ്. നമുക്കിവിടെ ഒരു റെഡ് വരുന്നുണ്ട്, റെഡിൽ ഒരു ഷാമ്പയിൻ ഗോൾഡ് USD4 കളർ മോഡൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്രേ കളർ വരുന്നുണ്ട്. ഗ്രേ ഈ ഒരു നിയോൺ ഗ്രീൻ ഒരു ഷെയ്ഡിൽ അടിപൊളി കളറാണ് കേട്ടോ. ഉള്ളതിൽ ഏറ്റവും തെറിച്ചിരിക്കുന്ന കളർ ഇതാണ്. പിന്നെ ഒരു വൈറ്റ് വരുന്നുണ്ട്, വൈറ്റിൽ റെഡ് ആക്സൻ്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ 1 2 3 4 കളേഴ്സാണ് നമുക്ക് NS400 ഇപ്പോൾ വരുന്നത്. അടിപൊളിയാണ് കേട്ടോ കളേഴ്സൊക്കെ കാണാനായിട്ട്. എസ്പെഷ്യലി പേഴ്സണലി കുറച്ചും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ്. നല്ലൊരു പ്രീമിയം ലുക്ക് ഈ ഒരു വണ്ടി നൽകുന്നുണ്ട്, ഈ ഒരു നിയോൺ ആക്സൻ്റ് ഒക്കെ ആയിട്ട്. പിന്നെ വൈറ്റും തിരക്കേടില്ല, വൈറ്റ് അടിപൊളിയാണ്, നല്ല രസമാണ്, നല്ല തെറിച്ചിരിക്കുന്നുണ്ട് വൈറ്റ്. പിന്നെ റെഡും ഉണ്ട്. റെഡ് പക്ഷേ വളരെ ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. റെഡ് കളേഴ്സ് നമ്മുടെ NS മോഡലിലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. പിന്നെ ആ ഒരു ബ്ലാക്കിൽ ഗ്രേ റെഡ് ആക്സെൻറ്റ് വരുന്നൊരു വണ്ടി, അതും കുറച്ചും കൂടി പ്രീമിയമാണ്. ബ്ലാക്കും ഒരു ഗ്രേ ആണ് കുറച്ചും കൂടി പ്രീമിയം ലുക്ക് കൊടുക്കുന്നത്. ഓൾറൈറ്റ്. പറയാ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് പക്ഷേ എടുക്കണമെന്ന് താല്പര്യമുണ്ട്, കാരണം പ്രൈസിങ് വളരെ അഗ്രസീവായിട്ട് തോന്നി, പക്ഷേ എടുക്കണമെന്ന് താല്പര്യമുണ്ട്. ലുക്കിനെ പറ്റി എന്താ പറയണമെന്ന് അറിയില്ലെങ്കിൽ വരിക, നേരെ ബജാജിലേക്ക് വരിക, വണ്ടി നേരിട്ട് കാണാം. നിങ്ങൾ എന്തായാലും ബുക്ക് ചെയ്യും. നമുക്കിത് ഈ വണ്ടിയുടെ ജസ്റ്റ് ഒരു എക്സോസിനോട്ട് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഡോമിനാർ 400 ആയിട്ട് വളരെ സിമിലർ ആണ്, പക്ഷേ വണ്ടിയുടെ എക്സോസിനോട്ടാണേ എക്സാക്ട് സെയിം. ഡോമിനാർ 400 UGയുടെ എക്സാക്ട് സെയിം ആണ്. വണ്ടി ഒന്ന് വാമപ്പ് ആവട്ടെ കേട്ടോ. വണ്ടി ഇല്ല, വാമായതാ.
സെയിം സൗണ്ട്. കൺസോൾ വ്യൂ കാണിച്ചു തരാവേ. വാവ് മാൻ, പൊളി. അപ്പോൾ വണ്ടിക്ക് നമുക്കിപ്പോൾ ഇൻട്രൊഡക്ടറി പ്രൈസ് വരുന്നത് 1,80,000 ഓൺ റോഡ് ഇപ്പോൾ വരുന്നത് 2,30,000. ഞാൻ ഓൺ റോഡ് അധികം സ്ട്രെസ് ചെയ്യാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് എപ്പോൾ ആണെങ്കിലും മാറാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 6 ജൂലൈ 2024. അപ്പോൾ ഈ പ്രൈസ് അനുസരിച്ചിട്ട് വരാതിരിക്കുക നിങ്ങൾ വീഡിയോ പിന്നീട് കാണുന്ന ഒരാളാണെങ്കിൽ. അപ്പോൾ പ്രൈസ് എപ്പോഴും ചേഞ്ച് ചെയ്യാം, വേണമെങ്കിൽ ഒരു 10,000 വരെ കൂടിയേക്കാം. കാരണം സ്റ്റിൽ 1.85 ലാഖിന് വണ്ടി അപാര വാല്യൂ ഫോർ മണിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ വണ്ടി ആക്ച്വലി ഡോമിനാർ 400ലും വീൽ ബേസ് കുറവാണ്, ഞാനത് പറയാൻ വിട്ടുപോയി. അതായത് ഡോമിനാർ 400ലും വെയിറ്റും കുറവാണ്, വീൽ ബേസും കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് നമ്മൾ കോർണേഴ്സ് എടുക്കുമ്പോഴും ഷിക്കേനായിട്ടുള്ള ടഫ് ഷിക്കേൻ റോഡ്സ് എടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ഗുണം അറിയാൻ പറ്റുന്നത്. വണ്ടി കിടത്തി വളച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു വണ്ടി കയറുന്നപ്പോൾ തന്നെ വണ്ടിക്ക് ഒട്ടും വെയിറ്റ് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് NS 200ലും വീൽ ബേസ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നത്. ഞാൻ കറക്റ്റായിട്ടുള്ള താഴെ ഇടാം, തെറ്റാണെങ്കിൽ കറക്റ്റായിട്ട് താഴെ ഇടാം. ചെറിയൊരു ഡ്രൈവ് എടുക്കാം കേട്ടോ, വളരെ ഷോർട്ടാണ്, ജസ്റ്റ് ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. എങ്ങനെയുണ്ട്? ഓ മാൻ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ വണ്ടിക്ക് ഒട്ടും വെയിറ്റ് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓ റൈറ്റ്, ഓ മാൻ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ TFT കൺസോൾ ഒന്നും കൂടി ബ്രൈറ്റായി. ഓ മാൻ, ഗിയർ ബോക്സ്, ഓ പറയാതിരിക്കാൻ കേട്ടോ. ക്ലച്ച് ഫീൽ സൂപ്പർ ലൈറ്റ്. ഈ ഒരു റൈഡ് ബൈ വയർ കൊള്ളാം. എന്താ പറയുക, വെയിറ്റ് കുറച്ച ഡോമിനാർ പോലെ തോന്നുന്നുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ. ഓ മാൻ, ദ റൈഡ് ബൈ വയർ ഇസ് സൂപ്പർ പ്രിസൈസ്, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ സ്പോർട്സ് മോഡിൽ റോഡ് മോഡായോ, റോഡ് മോഡിലിട്ടാണ് ഓടിക്കണേ. ഓ ഫ്രണ്ട് സസ്പെൻഷൻ നല്ല ഫേമാണ് കേട്ടോ, അത്യാവശ്യം നല്ല ഹാർഡാണ് ഫ്രണ്ട് സസ്പെൻഷൻ. ഓ റിയർ ചെറുതായിട്ട് സോഫ്റ്റാണ്. ഓ മാൻ, ബ്രേക്കിംഗ്, ഓ ഫ്രണ്ട് ബ്രേക്ക് പ്രോഗ്രസീവ് ആണ്, റിയർ പോരാ ഗൈസ്. ഓ എൻ്റെ മോനെ മാൻ, ബ്രില്യൻ്റ് എക്സോസ് നോട്ട്. എനിക്ക് എന്താ പറയണതെന്ന് അറിഞ്ഞൂടാ, കാരണം ഞാൻ പറഞ്ഞു വളരെ ഷോർട്ട് ഡ്രൈവാണ്. അപ്പോൾ എല്ലാം കൂടി കുത്തിക്കയറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ഓ മാൻ, എക്സോസ് നോട്ട്. ഓ മാൻ, ടേണിങ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമുണ്ട് കേട്ടോ. ഡോമിനാർ വെച്ച് നോക്കുമ്പോഴത്തേക്കും വണ്ടിയുടെ ഫ്ലിക്കബിലിറ്റി ആൻഡ് ട്രാക്റ്റബിലിറ്റി ഈസ് വെരി ഗുഡ്. എൻ്റെ മോനെ, സ്ലിപ്പർ ക്ലച്ച് ഈസ് വർക്കിംഗ് ബ്രില്യൻറ്റ്. ഓ ഇതെന്തത്? ഓ മാൻ, 80 ഒന്നും ഒരു സ്പീഡല്ലേ വണ്ടിക്ക്. 80 ഒക്കെ വളരെ ഈസി ആയിട്ട് കയറുന്നത്. ഓ മാൻ, ദിസ് ഇസ് ബ്രില്യൻറ്റ്. അപ്പോൾ ഞാൻ വണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് ഡ്രൈവ് വേറെ ദിവസം ചെയ്യാം കേട്ടോ. ഒന്ന് ഞാൻ പറഞ്ഞു അവിടെ കസ്റ്റമേഴ്സ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ എന്നാ പറയുക, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസമല്ല, നമുക്ക് വേറൊരു ദിവസം ഒരു അടിപൊളി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. വണ്ടിയുടെ ആക്രമണമൊന്നും ചെയ്ത് മുഷിപ്പിക്കുന്നില്ല, കംപ്ലീറ്റ്ലി ഒരു പ്യുവർ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ആയിട്ട് മാത്രം ചെയ്യാം. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചേസ്.